ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ പെട്ടെന്നൊരാവശ്യമായിട്ട് നാട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഇനി നാളെ നമ്മൾ തിരിച്ച് വീണ്ടും ദ്വീപിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതിനും മുമ്പായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള നമ്മൾ നേരത്തെയൊക്കെ സ്ഥിരം വരാറുണ്ടായിരുന്ന നമ്മുടെ വീടിനടുത്തുള്ളൊരു പള്ളിയിലേക്ക് വന്നിരിക്കുവാണ്. മേട്ടുംപുറം പള്ളിയാണിത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് റോഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ ആണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് റോഡോ ഇത്ര അധികം വീടുകളോ ഒന്നും ഇല്ലായിരുന്നു. മറ്റേ ഉരുളം കല്ലുകളൊക്കെ ആയിരുന്നു ഈ റോഡിലൊക്കെ. അപ്പം കയറിപ്പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. താഴേന്ന് നമ്മൾ ഏറ്റം കയറി നമ്മുടെ പള്ളിയിൽ പോകണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വണ്ടി പള്ളിയുടെ ഫ്രണ്ടിൽ വരെ പോകും. അപ്പോൾ പണ്ട് വരുമ്പം ആ ഒരു യാത്രയ്ക്കൊരു സുഖം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് നടന്ന് കുഴഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ താഴെ നിന്ന് തന്നെ നമുക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാൻ പറ്റും. അതുപോലെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും അധികം ആൾക്കാരൊക്കെ വരുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മിക്ക വ്യാഴാഴ്ചകളിലും വരുമായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള മിക്ക ആൾക്കാരും വരും, ദൂരെ നിന്നുള്ള ആൾക്കാരും വരും. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് മുകളിലേക്ക് പള്ളിയിലോട്ട് കയറുന്ന സമയത്ത് മുകളിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മൾ അവരോടൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരെയും കണ്ടും കേട്ടും എടുത്തും ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും വണ്ടിയിൽ വരുന്നു, കയറുന്നു, തിരിച്ചതുപോലെ വണ്ടിയിൽ തിരിച്ചു പോകുന്നു. അപ്പോൾ അധികം ആൾക്കാരെ കാണാനോ എടുക്കാനോ ഒന്നുള്ള സമയമൊന്നുമില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു പോയി. നല്ല രസമുള്ള കുറേ കാലങ്ങളായിരുന്നു. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ പള്ളിയിലൊക്കെ വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ അടൂര് പോകണം. അടൂര് പോയിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പോകുന്ന വഴിയിൽ കണ്ടോ ഇവിടെ കനാലൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ ഇതുവഴിയൊക്കെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളാണ്. അപ്പോൾ നമ്മൾക്കിനി നേരെ അടൂര് പോകാം. അടൂര് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതേ ന്യൂട്രി ഐസിൻ്റെ ഒരു ഷോപ്പിൽ കയറി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഈ ന്യൂട്രി ഐസിൻ്റെ കണ്ടു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അഴീക്കൽ ബീച്ചിൽ പോയപ്പോൾ അവിടുന്ന് ന്യൂട്രി ഐസിൻ്റെ ഒരു ഷോപ്പിൽ നമ്മൾ ഐസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ അടൂരും നമ്മുടെ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അടൂര് വന്നപ്പോൾ അവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഐസൊക്കെ മേടിച്ചു കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ജ്വല്ലറിയിൽ പോയി. ഇത് അമ്മ ഉണ്ട് കൂടെ, അപ്പവും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ ഗോൾഡും ഒക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനായിട്ടൊരു സ്റ്റേഷനറി, അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. സൂപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നു. ബില്ലിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. നമ്മുടെ കുറേ സമയം അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് നേരം അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഫ്രൂട്ട്സ് മേടിക്കണം, വെജിറ്റബിൾസ് മേടിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ നേരെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. ഇവിടെ ഇറങ്ങി. ഇവിടെ 2.5 കിലോ ഓറഞ്ചിന് 100 രൂപ ഉണ്ടായിരുന്നു. അതുപോലെ 1.5 കിലോ ഓറഞ്ചിൻ്റെ 100 രൂപയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1.5 കിലോ ഓറഞ്ച് 100 രൂപയുടെയാണ് മേടിച്ചത്. അതാകുമ്പോൾ കുറച്ചുകൂടെ വലുതുമായിരുന്നു. അങ്ങനെ എന്നിട്ട് അവിടുന്ന് കുറേ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ വന്ന ഇനി ഒരു പച്ചക്കറി കടയിലേക്കാണ്. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ മേടിക്കുന്നത് നമുക്ക് ദ്വീപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം ദ്വീപിൽ പച്ചക്കറിക്ക് ഭയങ്കര ക്ഷാമമാണ്. അതായത് കപ്പലോ മഞ്ചോ ഒക്കെ വന്നാൽ മാത്രമാണ് നമുക്കിവിടെ പച്ചക്കറി കിട്ടുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പച്ചക്കറി നമ്മുടെ ദ്വീപിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നാട്ടിൽ നിന്ന് തന്നെ മേടിച്ച് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഒരുപാട് യാത്രയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ഒരു സംഭവം ചീത്തയായി പോവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് പച്ചക്കറി ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതേ അവർ അകത്തുനിന്ന് എടുത്ത് വെച്ച കുറേ വഴുതനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങനെ വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും യാത്രയും കൂടെ ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് വീണ്ടും പന്നലായി പോകും. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റിയിട്ട് വേറെ വഴുതനയും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറേ നമ്മൾ പച്ചക്കറി മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഫ്ലൈറ്റിലാണ് കേട്ടോ. ഷിപ്പിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിലായത് കാരണം നമുക്ക് ലഗേജ് 15 കിലോ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനെ അവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. നേരെ ഇനി നമ്മൾ പോകുന്ന വഴിയിൽ നല്ല റെഡ് കളറിലെ പേരയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അവർ കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പേരയ്ക്കായും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ മേടിച്ച പച്ചക്കറിയൊക്കെ ടേബിളിൻ്റെ മുകളിൽ ഒരു കുറേ പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് നിരത്തിയിട്ട് കേട്ടോ. അതായത് വെള്ളമയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകട്ടെ എന്ന് കരുതി എല്ലാം നിരത്തിയിട്ട് ഇനി നമുക്ക് രാത്രിയാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് മുമ്പായിട്ട് നമുക്ക് പാക്ക് ചെയ്താൽ മതിയല്ലോ. കുറേ മുമ്പേ പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഇതെല്ലാം കൂടി ഇരുന്ന് അവിഞ്ഞു പോകും.
അപ്പോൾ എല്ലാം നമ്മൾ നിരത്തിയിട്ട് കപ്പയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും പോകുമ്പം മിക്കപ്പോഴും കപ്പ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കപ്പ. പിന്നെ അവിടെ വല്ലപ്പോഴുമാണ് കപ്പയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ കപ്പ എപ്പോഴും പോകുമ്പം കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ എല്ലാ സംഭവം എടുത്ത് വെച്ചു. പിന്നെ ഈ ഇത്രയും പണികളെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ വിശന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പഴങ്കഞ്ഞി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പയും ചോറും പിന്നെ കുറച്ച് ഉള്ളിയും കാന്താരിമുളകും എല്ലാം കൂടെ ഞെരടി അടിപൊളിയായിട്ട് ആ പഴങ്കഞ്ഞിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാക്കിങ് ജോലിയിലോട്ട് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ട് പിന്നെ ചീനിച്ചട്ടിയിലോട്ട് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉണക്കക്കൊഞ്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഉണക്കക്കൊഞ്ചും മിക്കപ്പോഴും ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്തത് ഈ നമ്മൾ മേടിച്ച പച്ചക്കറി എല്ലാം ഓരോ ഐറ്റം ഓരോ പേപ്പറിൽ സെപ്പറേറ്റായിട്ട് പൊതിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുവാണ്. നമുക്ക് ഇതൊക്കെ സക്സസ് ആയോ ഇല്ലയോ എന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പൊട്ടിച്ച്, അതായത് നമ്മൾ കൊണ്ടുവന്ന പായ്ക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതൊക്കെ സക്സസ് ആയോ എന്ന്. അപ്പോൾ അതായത് നമ്മൾ ബീൻസ്, അമരയ്ക്ക അങ്ങനെ എല്ലാ സംഭവവും ഓരോന്നോരോന്ന് സെപ്പറേറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് സെപ്പറേറ്റായിട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിത് മാങ്ങ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ, പച്ചമുളകൊക്കെ നമ്മൾ കുറച്ച് അധികത്തിൽ വാങ്ങിച്ച്, എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സംഭവമാണല്ലോ പച്ചമുളകൊക്കെ. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി വാങ്ങിച്ചപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇരുന്ന് തക്കാളിയൊക്കെ പെട്ടെന്ന് പന്നലാവുന്ന സാധനങ്ങളാണല്ലോ. പിന്നെ നമ്മളിതെല്ലാം ഒരു കാർഡ്ബോർഡിനകത്താണ് ഇനി വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ദ്വീപിലുള്ള ആൾക്കാർ ഈ കൊച്ചിയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് സഞ്ചി ഉണ്ടല്ലോ, നമ്മുടെ ആ സഞ്ചിക്കകത്ത് വാങ്ങിച്ചിട്ട് ആ കടക്കാർ തന്നെ ഇതിങ്ങനെ അതിൻ്റെ മൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുമ്പോഴും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിത് കാർഡ്ബോർഡിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എയർ ഹോളൊന്നും ഇല്ലാതെ, എയറൊന്നും കയറാതെ ഈ ഒരു പച്ചക്കറി അവിടം വരെ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ദേ നമ്മൾ പാക്കിങ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പെട്ടിയൊക്കെ നമ്മളെല്ലാം ഒട്ടിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 3 മണിക്കാണ് നമ്മൾ കായംകുളത്തു നിന്ന് ഉള്ള ട്രെയിൻ കേട്ടോ. അതാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളൊരു 2 മണിയായപ്പം ഇറങ്ങിയിട്ടുണ്ട്. 2 മണിയല്ല, ഒരു 1:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ 2 മണിക്ക് എണീക്കാൻ അത്ര അധികം ഉറങ്ങാനുള്ള സമയമില്ലല്ലോ. അങ്ങനെ നമ്മൾ എന്തെടുത്തു, 1:45 വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ ഓട്ടോയിലിരുന്നിട്ട് നമ്മുടെ ഇക്സിഗോ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ട്രെയിൻ ഒരു 4 മണിക്കൂർ ലേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആപ്പിൻ്റെ ഒരു ഇതാണോ, നമുക്കതൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കേട്ടോ. കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാമല്ലോ ഒന്ന്. സംഭവം സത്യമാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തിരക്കിയപ്പോഴത്തേക്ക് 4 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. അപ്പോൾ നമ്മുടെ ബുക്ക് ചെയ്ത 503 രൂപ നഷ്ടത്തിലായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 7 മണിയാകുമ്പോൾ എയർപോർട്ടിനുള്ളിൽ കയറേണ്ടതാണ് നെടുമ്പാശ്ശേരിയിൽ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കുറേ യാത്രയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് കായംകുളം ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് ബസ് ഉണ്ടാവുമോ എന്ന് നോക്കാം. ഇപ്പോൾ സമയം 3 മണിയായി. ഇപ്പോഴെങ്കിലും ബസ്സിൽ കയറിയാലേ നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്ക് ആലുവയിൽ എത്താൻ പറ്റൂ. അങ്ങനെ നമുക്ക് ബസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ നേരെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു തൃശ്ശൂർ ബസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടക്ടറോടൊക്കെ ചോദിച്ചു, ഇത് 6:30 ആകുമ്പോൾ നമുക്ക് ആലുവയിൽ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 6:30 എത്താം, പിന്നെ പറയാൻ പറ്റത്തില്ല, എന്തായാലും കയറി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് കണ്ടാൽ വൊമിറ്റ് ചെയ്യുന്ന ഒരാളായത് കാരണം നമ്മൾ ആ കടയിൽ നിന്നൊരു കവറും ഒക്കെ വാങ്ങിച്ചു വെച്ച് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ രാത്രിയിലൊക്കെ ഉള്ള യാത്രയെന്ന് പറഞ്ഞാൽ ബസ്സും കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ദ്വീപിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഈ ഒരു ബസ്സിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ എയർപോർട്ട്, അതായത് അത്താണി എത്തുന്നത് വരെ ഫുള്ള് വൊമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ആകെ ടയേർഡായി നമ്മളിതാ എയർപോർട്ടിൽ കയറി. പിന്നെന്താ, നമ്മൾ ആ ഒരു ബസ്സുകാരുടെ കാര്യം, അതിലെ കണ്ടക്ടറേയും ഡ്രൈവറുടെയും കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ അവരോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവർ എന്നെ 6:30 ആകുമ്പോഴേക്കും അത്താണിയിൽ എത്തിക്കാൻ വേണ്ടി അവർ ശരിക്കും ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട്, ഇനി എങ്ങാനും താമസിക്കുവാണെങ്കിൽ എറണാകുളത്ത് എത്തിയിട്ട് എന്നെ വേറെ ബസ്സിൽ കയറ്റിവിടാം, സമയത്തിന് എന്നെ എയർപോർട്ടിൽ എത്തിക്കാം. അങ്ങനെ ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ടൊരു കെയർ ആയിട്ടുണ്ടായിരുന്ന 2 പേരായിരുന്നു ആ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എനിക്ക് അവരുടെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ
ഞാൻ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് ഇറങ്ങുന്നിടം വരെ വൊമിറ്റിംഗ് ആയത് കാരണം ഇതൊന്നും നടന്നില്ല. ആകെ ടയേർഡായിരുന്നു ഞാൻ. അപ്പോൾ ഇറങ്ങിയ സമയത്ത് അവർ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് താഴെ എടുത്ത് വെച്ച് തരികയും നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇനി നമ്മൾ നേരെ നമ്മുടെ അഗത്തി എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദ്വീപിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഇന്ന് ഫ്ലൈറ്റിൽ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഇതാ എൻ്റെ അടുത്തിരുന്ന കുഞ്ഞു മോളാണിത്. ഞങ്ങൾ രണ്ടുപേരുടെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫ്ലൈറ്റിലിരുന്നത്. അപ്പോൾ കൂടുതലും ഗസ്റ്റുകളായിരുന്നു നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. ദ്വീപുകാരും ഉണ്ടായിരുന്നു എങ്കിലും അധികം ഗസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ അഗത്തിയിൽ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് കാണുന്ന ആ ഒരു കാഴ്ച ഉണ്ടോ, നമ്മുടെ ദ്വീപ് കാണുന്നതിൻ്റെ ആ ഒരു ഇത്, നമ്മുടെ ഫ്ലൈറ്റിലിരുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കണ്ടോ. ഇങ്ങനെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഭയങ്കര രസമായിട്ടിരിക്കുവാണ്. ശരിക്കും ഒരു ബഹളം തന്നെയായിരുന്നു. പേര് പറഞ്ഞില്ല എന്നോട്, പേര് പറഞ്ഞില്ല. ധ്രുവ നമ്മുടെ ലക്ഷദ്വീപ് കാണാൻ വേണ്ടി വന്നിക്കുന്നതാണ്. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, ഇറങ്ങാൻ പോവുക. ഇതൊക്കെ നമ്മുടെ ദ്വീപുകാരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഇറങ്ങി. അപ്പോഴത്തേക്ക് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ വന്ന് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നേരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ അഗത്തി ഐലൻഡിലെത്തി. നമുക്ക് കുറച്ച് ദിവസമാണ് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കെട്ടൊക്കെ പൊളിച്ച് നോക്കണം. അപ്പോൾ ഞാൻ ദേ വീട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ കാർഡ്ബോർഡൊക്കെ പൊളിച്ച് കേട്ടോ. പൊളിച്ചപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോയി. ഒന്നിനും ഒരു കേട് സംഭവിച്ചിട്ടില്ല. തക്കാളിയൊക്കെ ഇരിക്കുന്നുണ്ട്, ആ ഫ്രഷ് ആയിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടിയൊക്കെ എടുത്തിടുന്ന സമയത്ത് ഇതൊക്കെ ചളുങ്ങി പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല. ഇവിടെയും വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പച്ചക്കറിയൊക്കെ എല്ലാം എടുത്തൊന്ന് നിരത്തി വെച്ചിട്ട് വീണ്ടും അത് ഓരോ കവറിലാക്കി നമ്മുടെ ഫ്രിഡ്ജിനകത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കാർഡ്ബോർഡിലും പച്ചക്കറിയൊക്കെ കൊണ്ടുവരാൻ പറ്റും, ഒന്നും കേടാകാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് മനസ്സിലായി. അതുപോലെ അമ്മ എനിക്കൊരു സ്പെഷ്യൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊതിച്ചോറ്. അപ്പോൾ രാത്രി തന്നെ അമ്മ ഉണ്ടാക്കി തന്നതാണ്. അങ്ങനെ ഞാനിവിടെ വന്നു, പൊതിച്ചോറൊക്കെ കഴിച്ചു. അങ്ങനെ അടിപൊളിയായിട്ട് സുഖമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ദ്വീപിലെത്തി. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.